ചില സമ്മാനങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ സ്വർണം പോലെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ ടൂറിസം മേഖലയ്ക്ക് വലിയൊരു ഉണർവേകിക്കൊണ്ട് വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ ഒന്നാം ഘട്ട പദ്ധതിക്ക് 1.5 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ശ്രമഫലമായി സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലായി അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. വടക്കാഞ്ചേരിയുടെ ടൂറിസം സാധ്യതകളെ കോർത്തിണക്കിയുള്ള വടക്കാഞ്ചേരി ടൂറിസം കോറിഡോർ പദ്ധതിക്കാണ് ഇപ്പോൾ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. വട്ടായി വാട്ടർഫോൾസ്, തൂമാനം വാട്ടർഫോൾസ്, പത്താഴക്കുണ്ട് ഡാം, ചാത്തൻചിറ ഡാം, പേരേപ്പാറ ചെക്ക് ഡാം തുടങ്ങി മണ്ഡലത്തിലെ പ്രമുഖ ടൂറിസം കേന്ദ്രങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായി വികസിപ്പിക്കും. ചാത്തൻചിറ ഡാമിൽ മാത്രം 29 ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഹാൻഡ് റെയിലോട് കൂടിയ നടപ്പാത, ടോയ്ലറ്റ് ബ്ലോക്ക്, ടിക്കറ്റ് കൗണ്ടർ, സ്ട്രീറ്റ് ലൈറ്റുകൾ, പാർക്കിംഗ് സ്പേസ് എന്നിവ ഇവിടെ സജ്ജീകരിക്കും. പൊതുമേഖലാ സ്ഥാപനമായ അത്താണി സിൽക്കിനാണ് നിർമ്മാണ ചുമതലയെന്ന് കൗൺസിലർ സുമയ്യ ബി പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ നിന്നും ഈ തുക അനുവദിക്കുന്നതിനായി മണ്ഡലത്തിലെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങുന്നതിനായി 1.5 കോടി രൂപയുടെ പ്രപ്പോസലാണ് MLA വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ തുടർന്ന് നമ്മുടെ ചെപ്പാറ റോക്ക് ഗാർഡൻ, വട്ടായി വാട്ടർഫോൾസ്, തൂമാനം വാട്ടർഫോൾസ്, പേരേപ്പാറ ചെക്ക് ഡാം, ചാത്തൻചിറ ഡാം എല്ലാത്തിനും കൂടിയിട്ടുള്ള തുടങ്ങാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് അത്താണി സിൽക്കിനെയാണ്. അതിന്റെ ഭാഗമായിട്ട് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ, ആർക്കിടെക്ട്, അത്താണി സിൽക്കിന്റെ എഞ്ചിനീയർമാർ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ഒരു വിസിറ്റ് നടത്തുകയുണ്ടായി. നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭയിലെ 15ാം ഡിവിഷനിലെ ഈ ചാത്തൻചിറ ഡാമിന് റാമ്പും നടപ്പാതയും കൂടിയിട്ട്, ഹാൻഡ് റെയിലുള്ള നടപ്പാത, പിന്നെ ടോയ്ലറ്റ് ബ്ലോക്ക്, ടിക്കറ്റ് കൗണ്ടർ, സൈൻ ബോർഡുകൾ, സ്ട്രീറ്റ് ലൈറ്റ് എല്ലാത്തിനും കൂടിയിട്ട് ഒരു 29 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണ് ഇപ്പോൾ നിർമ്മാണത്തിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി അവരുടെ നിരന്തരമായ പരിശ്രമത്തിനൊടുവിലാണ് ഇതിനുള്ള അനുമതി ലഭിച്ചത്. പദ്ധതിയുടെ മുന്നോടിയായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടർ, ആർക്കിടെക്ട്, സിൽക്ക് എഞ്ചിനീയർമാർ എന്നിവർ ചേർന്ന് സൈറ്റ് വിസിറ്റ് പൂർത്തിയാക്കി. എഗ്രിമെന്റ് നടപടികൾ കൂടി അവസാനിക്കുന്നതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ ആരംഭിക്കും. You are watching VCV News.